വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. നിങ്ങൾ തമ്മിലൊക്കെ കണ്ട പോലെ കൊളുക്കുമലയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. വിശേഷങ്ങളൊക്കെ ഞാൻ പതിയെ പറയാം. ആദ്യം തന്നെ നമ്മുടെ വണ്ടി നീങ്ങാനായിട്ടുള്ള പെട്രോൾ അടിക്കണം, പിന്നെ നല്ല ഫുഡും കഴിക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് തപ്പിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ നടക്കുന്നത്. ഞങ്ങൾക്ക് ലീവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു എവിടേക്കെങ്കിലും ട്രിപ്പ് പോകാമെന്ന്. അപ്പോൾ തലേദിവസം വരെ ഞങ്ങൾ കുറേ അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് ഫൈനലി ഒരു ബീച്ച് റിസോർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങിയത്. പക്ഷേ ഇന്ന് കാലത്ത് എണീച്ചപ്പോൾ ആ തീരുമാനങ്ങളൊക്കെ മാറി. ഞങ്ങൾക്ക് മൂഡ് തന്നെ മാറി. ഞങ്ങൾ വിചാരിച്ചു ഓക്കെ മറ്റേ ബീച്ച് റിസോർട്ടൊക്കെ പിന്നെ പോവാം, വേറെ വല്ല ട്രക്കിങ്ങിനോ അങ്ങനെ എന്തിനെങ്കിലും പോകാമെന്ന് വെച്ചിട്ട് ഇൻസ്റ്റ മുഴുവൻ കിടന്ന് മരിച്ച് തപ്പിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രക്കിങ് കണ്ടുപിടിച്ചത് കേട്ടോ. ഒരു കുഞ്ഞു ട്രക്കിങ്ങാണ് എങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലാത്ത കാരണം ഫുഡ് കഴിക്കലോ മര്യാദയ്ക്ക് പാക്കിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. കലം ബിരിയാണി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചാടിക്കേറിയതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പക്ഷേ ബിരിയാണി കുഴപ്പമില്ല, ആവറേജ് ടേസ്റ്റായിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയും എഗ് ബിരിയാണിയും അങ്ങനെ നല്ല രീതിക്ക് കഴിക്കാൻ പറ്റി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ യാത്ര നമ്മൾ വീണ്ടും തുടങ്ങി. നമ്മുടെ ഇടുക്കിയുടെ തന്നെ അല്ലെങ്കിൽ മൂന്നാർക്ക് പോകുമ്പോൾ തന്നെ മെയിനായിട്ട് കാണുന്ന ഒരു ബ്രിഡ്ജാണല്ലോ ഇത്. അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ചില്ല, ചുമ്മാ പാട്ടൊക്കെ പാടി അങ്ങനെ അതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ക്യാമ്പിംഗ് നടക്കുന്ന സ്ഥലത്തെത്തിയിട്ട് കുറച്ചൊക്കെ ഞങ്ങൾ വഴിതെറ്റിയൊക്കെ ചുറ്റി ഫൈനലി എത്തി. കാറ് മുകളിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ലഗേജൊക്കെ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ടെൻറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2 പ്രോപ്പർട്ടി ആയിട്ടുണ്ട് കേട്ടോ. അതിൽ ഏത് പ്രോപ്പർട്ടിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ടെൻറ്റുകൾ നോക്കിയപ്പോൾ അടിയിലോട്ട് ഒരുപാട് നല്ല ടെൻറ്റുകൾ ഞാൻ കണ്ടു. അപ്പോൾ ഞങ്ങൾ അടിയിലോട്ട് പോകാമെന്ന് വെച്ചു. ലെഫ്റ്റ് സൈഡിൽ അവരുടെ ക്യാൻറ്റീനും റൈറ്റ് സൈഡിൽ അവരുടെ കിച്ചണാണ് കേട്ടോ. അപ്പോൾ അടിയിൽ കാണുന്ന ആ ഫ്രണ്ടിൽ ഏറ്ററ്റത്തുള്ള ആ ഒരു ടെൻറ്റാണ് കേട്ടോ ഞങ്ങൾ ചൂസ് ചെയ്തത്. പറഞ്ഞോ എന്റെ കഥ ഉണ്ടല്ലോ. അജിത്ത് പറഞ്ഞ പോലെ ഇത് ഡെക്കാത്തലോണിലെ ടെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ച് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടെൻറ്റിലോട്ട് അവരൊരു ബ്ലാങ്കറ്റും 3 പില്ലോസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടിയിൽ ഫുള്ളൊരു തെർമോക്കോൾ പോലെയൊക്കെ, തെർമോക്കോളല്ല സംതിങ് സ്പോഞ്ച് എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഒരു ടെൻറ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം ഈ ഒരു വ്യൂ ആണ് കേട്ടോ. ഈ ഒരു വ്യൂവും ആ ഒരു ഡാമിൻ്റെ വ്യൂ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് കിടപ്പാടോ. എനിക്ക് വഴിയില്ല. ആന പറഞ്ഞിപ്പോ നമ്മ ഫോണില് വാട്ടർഫോൾസ് ഫോണില് അതിലേക്ക് കയറി വന്നിട്ട് ഇങ്ങനെ പോകും. അല്ലാണ്ട് ഈ ഭാഗത്തേക്ക് വരില്ല. പിന്നെ അപ്പുറത്തെ ഭാഗത്തുനിന്ന് വരാം ആന. അങ്ങനെ കഷ്ടപ്പെട്ട് നടന്നു മോടിയും ചാടി ഈ മലയും കുന്നൊക്കെ കയറി ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഡേ 1 ട്രക്കിംഗ് പോയിന്റിലോട്ടാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ വിചാരിച്ച ജീപ്പിലാണ് പോകുന്നതെന്ന്, പിന്നെയാണ് ഞങ്ങൾ റിയലൈസ് ചെയ്തത് അല്ല ബൈ വോക്കാണെന്ന്. പിന്നെ ഓക്കെ നമ്മൾ ട്രക്കിങ്ങിനാണല്ലോ വന്നിരിക്കുന്നത്, അപ്പോൾ പിന്നെ നടക്കുകയൊക്കെ വേണമല്ലോ. കുറേ നടന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു കാടിൻ്റെ ഉള്ളിലൊരു അമ്പലമൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു നടത്തം, പറയാതിരിക്കാൻ പറ്റില്ല. ഡേ 1 അവർ ഞങ്ങൾക്ക് ഓപ്ഷൻസ് തന്നത് കുരിശുമല ഓർ ഈ ഒരു മിർച്ചി വാട്ടർഫോൾസ്. അപ്പം നമ്മൾ ചൂസ് ചെയ്തത് മറ്റേതാണെങ്കിലും അവർ നമ്മളെക്കൊണ്ട് നിർബന്ധിച്ച് ഇത് എടുപ്പിക്കുകയായിരുന്നു. കാരണം എന്തൊക്കെയോ റിസ്ക് എലമെൻറ്റ്സ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മളിവിടെ വന്നു. ഇത്രയും കിലോമീറ്റേഴ്സ് നടന്നു വന്നത് കാണുന്ന കുഞ്ഞി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡിസപ്പോയിൻമെൻറ്റിൻ്റെ ഒക്കെ അങ്ങേ അറ്റായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ചേട്ടൻ
ഇവിടെ ആന വരും, പിന്നെ മൺസൂൺ ടൈമിൽ ഇവിടെ അടിപൊളിയാണ്. അങ്ങനെ ഇവിടുത്തെ കുറേ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം എന്താ ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് അറിയാതെ നോക്കിയിരുന്നു. പിന്നെ ഓക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാമെന്നുള്ളൊരു ആ ഒരു ത്വര ഞങ്ങൾക്ക് വന്ന് മുകളിലേക്കൊക്കെ കയറി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പതുക്കെ ഞങ്ങൾ ആ കാടിനെയും മരുവിനെയൊക്കെ സ്നേഹിച്ച് തുടങ്ങി കേട്ടോ. അങ്ങനെ വേണം പറയാനായിട്ട്. അല്ല ശരിക്കും സീരിയസ്ലി നമുക്ക് ആദ്യം കണ്ട ആ ഒരു ഫീലൊക്കെ മാറി. ഭയങ്കര രസമായിരുന്നു ആ ഒരു കുഞ്ഞരുവി കാണാൻ. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഞങ്ങളുടെ കൂടെ വന്ന ആ ഒരു കുട്ടി സോളോ ട്രിപ്പായിട്ട് വന്നതാണ് കേട്ടോ. സെയിം തൃശ്ശൂർ തന്നെയായിരുന്നു. അങ്ങനെ അവളായിട്ട് ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അവൾ ഡെക്കാത്തലോണിൽ തൃശ്ശൂർ ഓക്കെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമുക്കിവിടെ വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് ഫീലൊക്കെ തോന്നിയെങ്കിലും അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ നമുക്ക് തന്നെ സാധിക്കും കേട്ടോ. അത് നമ്മൾ തന്നെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്താൽ മതി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ നല്ലൊരു 2 to 3 hours നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. DJയും ക്യാമ്പ് ഫയറൊക്കെ ഇവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഡാൻസ് കളിക്കാൻ പറ്റിയൊരു മൂഡിലൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോ സൈഡിലൊക്കെ പോയി ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നല്ല വിശക്കുന്നുണ്ടായിരുന്നു, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഫുഡ് ഇവരുടെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ടെൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ചെയറൊക്കെ ഇട്ടിട്ട് നല്ല കാറ്റും തണുപ്പൊക്കെ കൊണ്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി സെറ്റ് ചെയ്തു കേട്ടോ. ബെഡ്ഷീറ്റും പിന്നെ വേറെ സെപ്പറേറ്റ് ബ്ലാങ്കറ്റും എല്ലാം നമ്മൾ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബെഡ്റൂം പോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കയറി കിടന്നാൽ മതി. നാളെ നമ്മൾ കൊളുക്കുമല ട്രക്കിങ്ങിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ പുലർച്ചെ എണീക്കണം. അപ്പോൾ നമ്മൾ വേഗം കിടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞങ്ങൾ മോർണിംഗ് എണീച്ചു കേട്ടോ. ഡേ 2 മോർണിംഗ് പുലർച്ചെ ഞങ്ങൾ 3:45 എണീച്ചു. ഇനി ഞങ്ങൾ ട്രക്കിങ്ങിന് പോകാൻ നോക്കുക. അപ്പോൾ എല്ലാവരും എണീച്ചിട്ട് ജീപ്പൊക്കെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കൊളുക്കുമലയിലേക്കാണ് ഞങ്ങൾ ട്രക്കിങ്ങിന് പോകുന്നത് കേട്ടോ. അപ്പോൾ പുലർച്ചെ അത്യാവശ്യം നല്ല ടെമ്പറേച്ചറുണ്ട്, 15 ഡിഗ്രി ഒക്കെ ഉണ്ട്. നല്ല ക്ലൈമറ്റാണ്, ഇഷ്ടമായി. അപ്പോൾ ദേ ഞങ്ങളെല്ലാവരും റെഡിയായി, ഓരോരുത്തരൊക്കെ അടിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ജീപ്പ് മുള്ളാം, അപ്പോൾ കയറാം. അത്യാവശ്യം വലിയൊരു കയറാൻ കുറേ ഉണ്ട്. അവിടെയൊക്കെ സെൻസർ ലൈറ്റ്സാണ്. നമ്മളവിടെ എത്തുമ്പോൾ ലൈറ്റ് എത്തും. നമ്മൾ വഴി അത്ര പ്രശ്നമില്ല. സ്റ്റാഫും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ കിതയ്ക്കുന്നുണ്ടല്ലേ. ജീപ്പ് നോക്കട്ടെ. നമ്മൾ പുറത്തെത്തിയപ്പോൾ നമ്മുടെ ജീപ്പും ഡ്രൈവർ ചേട്ടനും ഒക്കെ നമ്മുടെ ക്യാമ്പിൻ്റെ എൻട്രൻസിൽ തന്നെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം കയറി സീറ്റൊക്കെ പിടിച്ചു. ഫ്രണ്ടിലിരിക്കുന്ന ആ ഒരു പുള്ളിക്കാരൻ അവരൊരു ടീമായിട്ട് ഇന്നലെ ലേറ്റായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അവരുണ്ട് നമ്മുടെ കൂടെ ഇന്ന് ട്രക്കിങ്ങിന്. അപ്പോൾ ഇവിടെ നിന്ന് അധികമില്ല നമ്മുടെ കൊളുക്കുമല എൻട്രൻസിലോട്ട്. അപ്പോൾ ആ എൻട്രൻസിൻ്റെ അവിടെയായിട്ട് നമുക്കൊരു പാസ് എടുക്കണം കേട്ടോ. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്ത് ഡ്രൈവർ ചേട്ടൻ തന്നെ പോയിട്ടൊരു പാസ്സൊക്കെ എടുത്തിട്ട് വരും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു നീണ്ട ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സൊക്കെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. ഇനി ഇവിടെ നിന്ന് നമ്മൾ കയറുന്നത് ഒരു ടീ പ്ലാന്റേഷനിലോട്ടാണ് കേട്ടോ. ഇതാണ് അവിടെ നമ്മൾ പാസ് എടുക്കുന്ന ഓഫീസ്. അപ്പോൾ ഒരുപാട് ജീപ്പുകൾ അവിടെ നിരന്ന് കിടക്കുന്നുണ്ട്. ഈ ടൈമിൽ പല ടൈമിൽ നമുക്കിവിടെ കൊളുക്കുമലയിലോട്ട് എൻട്രി ചെയ്യാം കേട്ടോ. ഒരു 10 മണി നേരത്തെ എൻ്റർ ചെയ്യാം, പിന്നെ ഈവനിങ്ങിൽ എൻ്റർ ചെയ്യാം. പക്ഷേ ബെസ്റ്റ് ടൈം ഈ ഒരു സൺറൈസ് കാണാനാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് ഓഫ് റോഡൊക്കെ തുടങ്ങി. എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ ചാടിപ്പോയി തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ആ ചേട്ടൻ ഞങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ഞങ്ങളത് നിർത്താൻ പറഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ഈ ഒരു പോയിൻ്റ് വരെ, ജാഗ്വാർ റോക്കിൻ്റെ ഒരു പോയിൻ്റ് വരെ തന്നെ നമ്മൾ ഡ്രൈവർ ചേട്ടൻ തന്നെ കൊണ്ടുവന്നാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുള്ളി അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ട് പതുക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ സൺറൈസ് കാണാനുള്ള ഒരു വെയിറ്റിംഗ് ആയിരുന്നു അവിടെ. என்ன பண்ற?
ലൈഫിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ മലയുടെ മുകളിലൊക്കെ പോയൊരു സൺറൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം കേട്ടോ. അതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കായിരുന്നു. ഞങ്ങളായിരുന്നു കേട്ടോ ഇവിടെ ഏറ്റവും ആദ്യം വന്നത്. ഞങ്ങളൊരു 5:30 ഒക്കെ ആയപ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പൂര തിരക്കായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ ഞങ്ങൾ എക്സാക്റ്റ് ജാഗ്വാർ റോക്കിൻ്റെ അവിടെ കൊണ്ടെത്തിച്ച കാരണം കൊണ്ട് ഞങ്ങൾക്ക് നല്ല വ്യൂവിൽ സൺറൈസ് കാണാനും പറ്റി, കുറേ നല്ല പിക്ക് എടുക്കാനും പറ്റി കേട്ടോ. പിന്നെ ഇവിടെ അധികം സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ സ്വന്തം റിസ്കിൽ ഇറങ്ങി നടക്കാം. പക്ഷേ ഭയങ്കര റിസ്ക് ആണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ കയറ്റവും ഇറക്കും കല്ലും പാറയും അങ്ങനെ കുറേ ഉണ്ട്. ഈ ഭാഗമൊക്കെ കുറച്ച് ഓക്കെ ആയിരുന്നു. പക്ഷേ മറ്റേ സൈഡ് ജാഗ്വാർ റോക്കിൻ്റെ സൈഡൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ വരുമ്പോൾ നിങ്ങൾ അത്രയ്ക്കും സൂക്ഷിച്ച് നല്ല ഗ്രിപ്പുള്ള ഷൂസൊക്കെ ഇട്ടിട്ട് വരിക കേട്ടോ. പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെയാണ് കേട്ടോ ഇത് കൊളുക്കുമലയൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈം കണ്ട കാരണം കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അടിപൊളിയാണ് കേട്ടോ കൊളുക്കുമല. നിങ്ങളെന്തായാലും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യണം. കാരണം അത്രയ്ക്കുള്ളതുണ്ട്. സൂപ്പറാണ്. നമ്മൾക്ക് പക്ക ഒരു ട്രക്കിംഗ് സ്പോട്ടാണ്. അത്യാവശ്യം നമ്മൾ ജീപ്പിൽ വന്നു. പിന്നെ കയറി ഇറങ്ങാനൊക്കെ അത്യാവശ്യമുണ്ട്. നമുക്ക് ഹൈറ്റ് പറ്റുള്ളവർക്ക് തീരെ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാത്തവർക്ക് സീനൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതിൽ കേട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കൊളുക്കുമല. കാലത്ത് വരുമ്പോൾ പുലർച്ചെ വരുമ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല. ഇപ്പം കാണിച്ചു തരാം. ഈ വഴി ആക്ച്വലി ഇതല്ല കേട്ടോ, അപ്പുറത്താണ് ശരിക്കുള്ള വഴി. ഞങ്ങളിങ്ങനെ ഒരു വഴി കണ്ടപ്പോൾ ഓക്കെ എനിക്ക് നോക്കാമെന്ന് വെച്ച് വന്നതാണ്. ഇതെവിടെ എത്തുന്ന ഒരു ഐഡിയ ഇല്ല. പോയി നോക്കാം. ഞങ്ങൾ ആ വഴി കുറച്ച് നടന്നു. പക്ഷേ കുറച്ചും കൂടി നമ്മൾ ചിലപ്പോൾ വേറെ വല്ല വഴിയിലെത്തിയിട്ട് പണി കിട്ടുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് നടന്നു. പ്ലീസ് കണ്ടോ, അതാണ് ആക്ച്വലി വഴി. പക്ഷെ ഞങ്ങൾ തിരിച്ച് നടക്കാം. കണ്ടോ, ആവശ്യമില്ലാത്തവരെ പണിക്ക് പോയിട്ട്. ഞങ്ങൾ പുതിയ വഴികളൊക്കെ കണ്ടുപിടിക്കാൻ പോയ കാരണം കൊണ്ട് ഇവരെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ഞങ്ങൾ പെട്ടെന്ന് ജിപ്പിൽ കയറി ഇതേ പോയിക്കൊണ്ടിരിക്കുക. ശരിക്കും ഞങ്ങൾ ആ പോയ വഴി കൂടെ ഇങ്ങോട്ട് തന്നെ എത്തും. പക്ഷേ അത് ഭയങ്കര വളഞ്ഞ വഴിയായതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ വഴിക്ക് കുറേ ജിപ്പുകൾ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിനി തിരിച്ചു പോവാം. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കേട്ടോ. നമുക്കിനി നമ്മുടെ ഇഷ്ടത്തിന് ക്യാമ്പിൽ പോയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ളൊരു പരിപാടികളും ഇല്ല. പക്ഷേ ഈ പോകുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങൾ വരുന്ന സമയത്ത് ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ആ പ്രകൃതി രമണയൊക്കെ ഇനി എൻജോയ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ എടുക്കാന്ന് പറഞ്ഞാലും ചടങ്ങേറ്റിയതാ. ഓക്കെ, ചേട്ടൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഓക്കെ എന്നാൽ ഞാൻ ഒരു റൗണ്ട് എടുത്ത് വരാമെന്ന് പറഞ്ഞ് റൗണ്ടൊക്കെ എടുത്തു. നമ്മുടെ കാർ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് പാർക്കിങ്. അധികം കസ്റ്റില്ലാത്ത കാരണം ആകെ 2 കാറേ ഉള്ളൂ. ഓക്കെ, സിമ്മോടിയോ ദൂരെ ഇതിലേക്ക് നല്ല
അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങളുടെ പ്ലേ ടൈമാണ് കേട്ടോ. അപ്പോൾ ക്യാരംസും ചെസ്സൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ടീമൊക്കെ പോയി ബൈ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞ് അവരെ യാത്ര അയച്ചു. ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി കഴിഞ്ഞാൽ ഓടിപ്പോകുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് കുറച്ചും കൂടിയൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾക്ക് മടക്കുമ്പോഴേ ഞങ്ങൾ അവിടെ നിന്ന് പോവുള്ളൂ. ഈവൻ സിനിമ തിയേറ്ററിൽ പോയാലും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കുറേ നേരം ക്യാരംസൊക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ ആ ടെൻറ്റിൻ്റെ അവിടെയൊക്കെ പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ടെൻറ്റിൽ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ആ വ്യൂ ഒക്കെ കണ്ട് വീണ്ടും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഫൈനലി പാക്കിംഗ് ടൈമാണ് കേട്ടോ. ഒരുപാട് പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതേ നമുക്ക് പാക്കിംഗ് തുടങ്ങാം. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്യാമ്പിങ്ങും ട്രക്കിങ്ങും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്ലേസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. കാരണം എനിക്ക് മൊത്തത്തിൽ ക്യാമ്പിങ് ഇഷ്ടപ്പെട്ടു, ഒരു ട്രക്കിങ് ഇഷ്ടപ്പെട്ടു, ഫുഡ് അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മൊത്തത്തിൽ സൂപ്പറായിരുന്നു. ഞങ്ങൾ പോകാനായിട്ട് പാക്ക് ചെയ്ത് സെറ്റായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ടെൻറ്റുകളൊക്കെ കണ്ടില്ലേ, എല്ലാത്തിനോടും ബായ് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. എന്തായാലും അടിപൊളി സ്റ്റേ ആയിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ കൊളുക്കുമല ക്യാമ്പിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വേറെ ഒന്നുമില്ല, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.